നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കിയ സംഭവം എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചു. ഇപ്പോഴും റോയിയുടെ മരണം വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്യാഡംബരങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും താൻ കടന്നുവന്ന എളിയ വഴികളെക്കുറിച്ച് ഓർക്കാൻ മടിക്കാത്ത ഒരു മനുഷ്യൻ. ഇന്ത്യയിലും ഗൾഫ് മേഖലകളിലും അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് സംരംഭമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ മാത്രമായിരുന്നില്ല ഡോക്ടർ CJ റോയ്. സിനിമാ നിർമ്മാതാവ്, നിരവധി ജനപ്രിയ TV റിയാലിറ്റി ഷോകൾക്ക് പിന്നിലെ ശക്തി കൂടിയായിരുന്നു അദ്ദേഹം. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ ബംഗളൂരുവിലെ ഓഫീസിൽ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ CJ റോയിയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. റോയിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓഫീസിലെത്തിയ സമയത്തെ സംബന്ധിച്ചു പോലും വൈരുദ്ധ്യമുണ്ട്. സുരക്ഷാ ജീവനക്കാരുടെ മൊഴി അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് റോയ് ഓഫീസിലെത്തിയത്. സഹപ്രവർത്തകൻ TJ ജോസഫിന്റെ മൊഴിയിൽ അത് 3 മണിയാണ്. വെടിയൊച്ച കേട്ടില്ല എന്ന വാദത്തിലും അന്വേഷണം നടക്കുകയാണ്. എന്നാൽ ഇപ്പോഴിതാ CJ റോയിയുടെ കണ്ടെത്തിയ ഡയറിയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടു എന്നാണ് ഡയറിക്കുറിപ്പിൽ റോയി എഴുതിയിരിക്കുന്നത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഡയറിയിലുണ്ട്. പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും എഴുതിയ റോയി കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും ഡയറിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുതെന്നും ഡയറിക്കുറിപ്പിലുണ്ട്. 9 പേജുകളിലായി എഴുതിയിരിക്കുന്ന കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് വിവരം. ഇതോടെ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായാണ് സംശയം. ജനുവരി 31-ന് സഹോദരനെ വിളിച്ച് റോയി സംസാരിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമാണെന്നാണ് നിഗമനം. ആത്മഹത്യ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. റോയിയുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ആദായ നികുതി വകുപ്പിന്റെ നിരന്തരമായ ഇടപെടൽ റോയിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മരണത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും റോയിയുടെ സഹോദരൻ CJ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തെങ്കിലും സമ്മർദ്ദമുള്ളതായി റോയി സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നില്ല എന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്നും ബാബു കൂട്ടിച്ചേർത്തു. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ വെള്ളിയാഴ്ചയാണ് റോയി സ്വയം വെടിവെച്ച് മരിച്ചത്. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് റോയിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. അതേസമയം റോയിയുടെ മരണ ദിവസം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച ഓഫീസിൽ റെയ്ഡ് നടന്നിട്ടില്ല എന്നും റോയിയുമായി തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ കർണാടക പോലീസിന് മൊഴി നൽകി. അഡീഷണൽ കമ്മീഷണർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന റോയിയുടെ സഹോദരന്റെ ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. CCTV പരിശോധനയിൽ നിന്ന് പോലീസ് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കൈയൊഴിയരുത് എന്നും റോയി ആവശ്യപ്പെടുന്നുണ്ട്. കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണോ കൊച്ചിയിൽ നാളെ വിളിച്ച വാർത്താ സമ്മേളനം കുടുംബം നീട്ടിവെച്ചത് എന്ന് വ്യക്തമല്ല. ഇതിനിടയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക സംഘം. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആസ്ഥാന ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി. സംഭവം പുനരാവിഷ്കരിക്കാനും ആലോചിക്കുന്നുണ്ട്. CJ റോയി ബംഗളൂരുവിൽ ചികിത്സ തേടിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തും. കൊച്ചിയിൽ നിന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് ബംഗളൂരു വിടരുത് എന്ന് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും നീക്കമുണ്ട്. റോയിയുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു. CJ റോയിയുടെ മൃതദേഹം ബംഗളൂരുവിൽ സംസ്കരിച്ചു. ഞായറാഴ്ച രാവിലെ 10 മുതൽ 2 മണിവരെ റോയിയുടെ പ്രിയപ്പെട്ട നേച്ചേഴ്സ് ലക്ഷറി കാസ്കേഡിൽ പൊതുദർശനം നടത്തിയ ശേഷമായിരുന്നു സംസ്കാരം. നാട്ടുകാരും വ്യവസായ പ്രമുഖരും അടക്കം സിനിമാ പ്രവർത്തകരും അടക്കം ആയിരക്കണക്കിന് ആളുകൾ റോയിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ശേഷം വൈകിട്ട് 4:30 നേച്ചേഴ്സ് ലക്ഷറിയിൽ തന്നെയാണ് സംസ്കാരവും നടത്തിയത്. നേച്ചേഴ്സ് ലക്ഷറിയിൽ വികാര നിർഭര രംഗങ്ങളായിരുന്നു പൊതുദർശനത്തിനിടെ കണ്ടത്. കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ VK പ്രകാശ്, നടനും അവതാരകനുമായ മിഥുൻ തുടങ്ങി വിവിധ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം IT പരിശോധനയ്ക്കെതിരായ കേസ് റോയി പിൻവലിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഡിസംബർ 16-ന് നൽകിയ കേസ് 18-ന് റോയി പിൻവലിച്ചിരുന്നു. റോയിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടും. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നിയമോപദേശകരെയും SIT കാണും. റോയിയുടെ മരണത്തിൽ കടുത്ത വിമർശനമുയർത്തുകയാണ് വ്യവസായ
ലോകം. ആദായ നികുതി വകുപ്പ് നടപടികൾക്കെതിരെ ബംഗളൂരുവിലെ വ്യവസായികൾ രംഗത്തെത്തിയിരുന്നു. റോയിയുടെ ജീവൻ എടുത്തത് ടാക്സ് ടെററിസം ആണ് എന്നാണ് ഇവർ ഉയർത്തുന്ന ആരോപണം. നിരവധി വ്യവസായികൾ സമാന വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് വ്യവസായി TV മോഹൻദാസ് ആരോപിച്ചിരുന്നു. പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥരെ അഴിച്ചുവിടരുത് എന്നാവശ്യപ്പെട്ട് മോഹൻദാസ് ധനമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ടാഗ് ചെയ്ത് ട്വീറ്റ് ഇട്ടു. അതേസമയം വെള്ളിയാഴ്ച കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് IT ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകാനായി റോയിക്കൊപ്പം ലാങ്ഫോർഡ് റോഡിലെ ഓഫീസിലേക്ക് പോയിരുന്നു. ഓഫീസിലെത്തിയ ശേഷം റോയി തന്റെ ക്യാബിനിലേക്ക് പോയി. അതിനുശേഷം അമ്മയോട് സംസാരിക്കണമെന്ന് റോയി പറഞ്ഞിരുന്നു. ജോസഫ് ക്യാബിന് പുറത്തു പോവുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം ജീവനക്കാരോട് ആരെയും ക്യാബിനകത്ത് പ്രവേശിക്കരുത് എന്നും റോയി നിർദ്ദേശിച്ചിരുന്നു. പുറത്തേക്ക് റോയി ഇറങ്ങി വരാതിരുന്നപ്പോൾ ജീവനക്കാർ ക്യാബിന്റെ വാതിലിൽ മുട്ടുകയായിരുന്നു. പ്രതികരിക്കാതായപ്പോൾ വാതിൽ അകത്തു നിന്ന് പൂട്ടിയതായി ജീവനക്കാർക്ക് മനസ്സിലായി. പിന്നീട് വാതിൽ തകർത്തകത്ത് കയറിയപ്പോഴാണ് റോയി കസേരയിൽ രക്തക്കറപ്പുരണ്ട ഷർട്ടുമായി ഇരിക്കുന്നത് കണ്ടെത്തിയത്. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ സ്റ്റാഫ് ഓഫീസിലെത്തി പരിശോധിച്ചപ്പോൾ നാഡിമിടിപ്പ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ HSR ഔട്ടിലുള്ള നാരായണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടിയന്തര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റോയിയെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും പോലീസ് സമഗ്രമായി പരിശോധിക്കണമെന്ന് ജോസഫ് അഭ്യർത്ഥിച്ചിരുന്നു. കേരളത്തിൽ ജനിച്ച CJ റോയി വളർന്നത് ബംഗളൂരുവിലായിരുന്നു. ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും പഠനം പൂർത്തിയാക്കി PhD നേടിയ അദ്ദേഹം ഹ്യൂലറ്റ് പക്കാർഡ് പോലുള്ള ആഗോള കമ്പനികളിൽ ജോലി ചെയ്ത ശേഷമാണ് സംരംഭകത്തിലേക്ക് തിരിഞ്ഞത്. 2006 കോൺഫിഡൻസ് ഗ്രൂപ്പിന് തുടക്കമിട്ട റോയി ചുരുങ്ങിയ കാലം കൊണ്ട് ബംഗളൂരുവിലും കൊച്ചിയിലും ദുബായിലുമായി 165ലധികം പദ്ധതികൾ പൂർത്തിയാക്കി തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. കടബാധ്യതകളില്ലാത്ത കമ്പനി എന്ന നിലയിലാണ് അദ്ദേഹം തന്റെ ഗ്രൂപ്പിനെ പലപ്പോഴും അടയാളപ്പെടുത്തിയത്. റിയൽ എസ്റ്റേറ്റിന് പുറമെ വിനോദരംഗത്തും സജീവമായിരുന്നു CJ റോയി. ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ബിഗ് ബോസ് വരെയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ മുഖ്യ സ്പോൺസറായി കോൺഫിഡൻസ് ഗ്രൂപ്പ് മാറിയത് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു. മത്സരാർത്ഥികൾക്ക് ആഡംബര വീടുകളും വൻതുകകളും സമ്മാനമായി നൽകി അദ്ദേഹം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയിരുന്നു. മലയാളത്തിൽ കാസനോവ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം തുടങ്ങിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളും നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായിരുന്നു. അതിസമ്പന്നമായ ജീവിതശൈലിയായിരുന്നു റോയിയുടേത്. റോൾസ് റോയിസ്, ബെഡ്ലി, ലംബോർഗിനി, ബുഗാട്ടി വെയ്റോൺ തുടങ്ങിയ ആഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 10ഓളം റോൾസ് റോയിസ് കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ ആദ്യ വാഹനമായ പഴയ മാരുതി 800 കാർ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി തിരികെ വാങ്ങിയതും അതിനായി സഹായിച്ചവർക്ക് വൻതുക സമ്മാനം നൽകിയതും വാർത്തയായിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.